ഹായ് ഓൾ, I+ ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് റെസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കായിരുന്നു. അതിലെ ഫസ്റ്റ് എയ്റോബിക് റെസ്പിറേഷൻ രണ്ട് തരത്തിലുണ്ട്, എയ്റോബിക്കും ഉണ്ട് അനെയ്റോബിക്കും ഉണ്ട്. അത് എയ്റോബിക്കിലെ 3 സ്റ്റെപ്പുകളായിട്ടാണ് എയ്റോബിക് റെസ്പിറേഷൻ കംപ്ലീറ്റ് ആവുന്നത്. ഏതൊക്കെയാണ്? ഗ്ലൈക്കോളിസിസ്, ക്രെബ്സ് സൈക്കിൾ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. അതിൽ ഗ്ലൈക്കോളിസിസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്ത് പൈറൂവിക് ആസിഡ് ആക്കുന്നു. കുറേ സ്റ്റെപ്പുകൾ വഴി ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്ത് പൈറൂവിക് ആസിഡ് ആക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് 8 ATP മോളിക്യൂൾസ് ആണ് ഗ്ലൈക്കോളിസിസിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നത്. അത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഇനിയും എന്തൊക്കെയാണ്? ക്രെബ്സ് സൈക്കിളും ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റവും കൂടെ പഠിച്ചു കഴിയുമ്പോൾ മാത്രമേ ഈ എയ്റോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്ന ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അതിനിടയ്ക്ക് അനെയ്റോബിക് റെസ്പിറേഷൻ, അതായത് നമ്മൾ പഠിച്ചു എയ്റോബിക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഒക്കേഴ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. ഓക്സിജൻ്റെ പ്രസൻസിലാണ് ഏത് നടക്കുന്നത്? എയ്റോബിക് റെസ്പിറേഷൻ നടക്കുന്നത്. അതിനകത്തിൽ എന്താണ്? കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് സബ്സ്ട്രേറ്റ്. റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റിൻ്റെ കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടക്കുകയും അതിൻ്റെ ഫലമായിട്ട് എന്താണ്? ലാർജ് എമൗണ്ട് ഓഫ് എനർജി, കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ ഇത്രയും റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? സബ്സ്ട്രേറ്റ്സിനകത്തിൽ ഓക്സിഡേഷൻ സംഭവിച്ച് കാർബൺ ബോൺസ് റിലീസ് ചെയ്ത് എന്താണ്? എനർജി റിലീസിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ്? ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ ഡിവൈഡ് ചെയ്തിട്ട് എന്താക്കി മാറ്റണം? കാർബൺ ഡയോക്സൈഡും വാട്ടറും എനർജി ആയിട്ട് സ്പ്ലിറ്റ് ആക്കണം. അപ്പോൾ അനെയ്റോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഒക്കേഴ്സ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ഓക്സിജൻ്റെ ആബ്സെൻസിൽ നടക്കുന്ന റെസ്പിറേഷനാണ് അനെയ്റോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ടേക്ക് പ്ലേസ് ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ. ആ സമയത്ത് എന്താണ്? ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് സബ്സ്ട്രേറ്റിൻ്റെ ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ മാത്രമേ അനെയ്റോബിക് റെസ്പിറേഷനകത്ത് നടക്കുന്നുള്ളൂ. അതിൻ്റെ ഫലമായിട്ട് എന്തൊക്കെയാണ്? എഥനോൾ, ആൽക്കഹോൾസും അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ്, അങ്ങനെയുള്ള കാർബൺ ഡയോക്സൈഡ്, ലെസ് എനർജി കാർബൺ ഡയോക്സൈഡ് ആൻഡ് പിന്നെന്താണ്? അസിറ്റിക് ആസിഡ്, ആൽക്കഹോൾസ്, ലാക്റ്റിക് ആസിഡ്, ഇതൊക്കെയാണ് അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അനെയ്റോബിക് റെസ്പിറേഷന് മറ്റൊരു പേരാണ് ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നത്. അത് 2 തരത്തിലുണ്ട്. ആൽക്കഹോളിക് ഫെർമെൻറ്റേഷനും ഉണ്ട്, ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനും ഉണ്ട്. ആ എൻഡ് പ്രോഡക്റ്റ്, അതായത് ആ അനെയ്റോബിക് റെസ്പിറേഷൻ അല്ലെങ്കിൽ ഫെർമെൻറ്റേഷൻ്റെ എൻഡ് പ്രോഡക്റ്റ് എന്തുവാണോ ഫോം ചെയ്യുന്നത് അതിൻ്റെ ബേസിസിലാണ് അതിനെ 2ആയിട്ട് തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ ആൻഡ് സെക്കൻഡ് ഈസ് ദ ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ. ഫസ്റ്റ് ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ നമുക്ക് പറയാൻ പറ്റും. എന്താണ്? എൻഡ് പ്രോഡക്റ്റിൻ്റെ ബേസിസിൽ തന്നെയാണ് അതിൻ്റെ പേരിട്ടേക്കുന്നത്. അപ്പോൾ എൻഡ് പ്രോഡക്റ്റ്, ആദ്യത്തേതിനകത്തിലെ എൻഡ് പ്രോഡക്റ്റ് എഥനോൾ ആയിരിക്കും. എഥനോളും കാർബൺ ഡയോക്സൈഡും ആയിരിക്കും ആൽക്കഹോളിക് ഫെർമെൻറ്റേഷനകത്തിലെ ബൈ പ്രോഡക്ട്സ് അല്ലെങ്കിൽ എൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. പിന്നെന്താണ്? ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനകത്തിൽ എൻഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ലാക്റ്റിക് ആസിഡ് ആയിരിക്കും. ആ ലാക്റ്റിക് ആസിഡ് എവിടെയാണ്? മസിൽസിലാണ് അടിഞ്ഞുകൂടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ എന്താണ്? അനെയ്റോബിക് റെസ്പിറേഷൻ അല്ലെങ്കിൽ ഈ ഫെർമെൻറ്റേഷൻ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ലോവർ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിലാണ്. അതായത് ഇതിലൊക്കെയാണ് ബാക്ടീരിയ, ഈസ്റ്റ്, അതുപോലെ തന്നെ ജെർമിനേറ്റിംഗ് സീഡ്സ്, പിന്നെ ഹ്യൂമൻ ബീൻസിലും മസിൽസിലും ഒക്കെ നടക്കുന്നത് ഈ ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനാണ് ഹ്യൂമൻ ബീൻസിൽ നടക്കുന്നത്. ഈ ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ നടക്കുന്ന സമയത്ത് എന്താണ്? 2 തരത്തിലുള്ള എൻസൈംസ് കൂടെ ഇൻവോൾവ് ആണ്. അത് ഏതൊക്കെയാണ്? പൈറൂവിക് ഡീകാർബോക്സിലേക്സ് എന്ന് പറയുന്നതും ആൽക്കഹോളിക് ഡീഹൈഡ്രജനേസ് എന്ന് പറയുന്ന 2 എൻസൈംസ് ഇൻവോൾവ് ആയിട്ടുള്ള റിയാക്ഷനാണ് ഏത്? ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനകത്തിൽ ലാക്റ്റിക് ആസിഡ് ഡീഹൈഡ്രോജീനേസ് എന്ന് പറയുന്ന എൻസൈമും ഇൻവോൾവ് ആണ്. ഈ എൻസൈമിൻ്റെ പേര് പഠിച്ചു വെച്ചേക്കുക. ഫസ്റ്റ് ആൽക്കഹോളിക് ഫെർമെൻറ്റേഷനാണ്, അതിനകത്തിൽ 2 എൻസൈംസ് ഇൻവോൾവ് ആണ്. ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനകത്ത് ലാക്റ്റിക് ആസിഡ് ഡീഹൈഡ്രോജീനേസ് എന്ന് പറയുന്ന ഒരു എൻസൈമും ഇൻവോൾവ് ആണ്. അതിൻ്റെ എൻഡ് പ്രോഡക്റ്റ് ലാക്റ്റിക് ആസിഡ് ആണ്. ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ്റെ എൻഡ് പ്രോഡക്റ്റ് ആൽക്കഹോളും കാർബൺ ഡയോക്സൈഡും ആണ്. അത്രയും ഓർത്ത് വെച്ചേക്കുക. ഇതാണ് എന്താണ് അനെയ്റോബിക് റെസ്പിറേഷനിലെ ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ. ഇത് ഇത്രയേ ഉള്ളൂ നമുക്ക് ആ കാര്യങ്ങൾ പഠിക്കാൻ. എയ്റോബിക് റെസ്പിറേഷനാണ് നമുക്ക് കൂടുതൽ സ്റ്റെപ്സ് വഴി സൈക്കിൾസിലൂടെയൊക്കെ പഠിക്കാനുള്ളത്. ജസ്റ്റ് നോക്കാം. ഇൻ anaerobic respiration, pyruvic acid is converted into carbon dioxide and ethanol or lactic acid. കാർബൺ ഡയോക്സൈഡും അതുപോലെ തന്നെ എഥനോളോ ലാക്റ്റിക് ആസിഡോ ആയിട്ട് മാറുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അനെയ്റോബിക് റെസ്പിറേഷൻ. അനെയ്റോബിക് റെസ്പിറേഷനിൽ പൈറോവിക് ആസിഡ് ആണ് എന്തായിട്ട് മാറുന്നത്? എഥനോള്, കാർബൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് ആയിട്ട് മാറുന്ന ആരാണ്? പൈറോവിക് ആസിഡ് ആണ്. ഏതിൽ?
ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. അതായത് നമ്മൾ പറഞ്ഞു ഗ്ലൈക്കോളിസിസ് നമ്മൾ പഠിച്ചു. ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞാൽ എയറോബിക് റെസ്പിറേഷൻ്റെ അതുപോലെ തന്നെ അനൈറോബിക് റെസ്പിറേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഏതെന്ന് പറയുന്നത് ഗ്ലൈക്കോളിസിസ്. രണ്ടിനും കോമൺ ആയിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റെപ്പ്. അതിനകത്തിൽ എന്താണ് അതിൻ്റെ എൻ പ്രോഡക്റ്റ് ആണ്, അതായത് ഗ്ലൂക്കോസ് മോളിക്യൂളിന് സ്പ്ലിറ്റിംഗ് ഉണ്ടായിട്ട് എന്താണ് ലാസ്റ്റ് എൻ പ്രോഡക്റ്റ് ആയിട്ട് പൈറൂവിക് ആസിഡാണ് ഫോം ചെയ്യുന്നത്. ആ പൈറൂവിക് ആസിഡ് ഓക്സിജൻ പ്രസൻ്റ് ആണെങ്കിൽ അത് പോയി ക്രെബ്സ് സൈക്കിൾ അങ്ങനെയുള്ള എയറോബിക് റെസ്പിറേഷനിലേക്ക് ഇൻവോൾവ് ആവുകയും എൻ്റർ ചെയ്യുന്ന എന്താണ് ഈ ഐറോബിക് റെസ്പിറേഷനിലേക്ക് എൻ്റർ ചെയ്യും പൈറൂവിക് ആസിഡ് എന്തിൻ്റെ പ്രസൻസിൽ ഓക്സിജൻ്റെ പ്രസൻസിൽ. പക്ഷേ പൈറൂവിക് ആസിഡ് സമയത്ത് ഓക്സിജൻ ആബ്സെൻ്റ് ആണെങ്കിൽ അത് ഓക്സിജൻ്റെ ആബ്സെൻസിലാണെങ്കിൽ ഈ പൈറൂവിക് ആസിഡ് അനൈറോബിക് റെസ്പിറേഷനിലേക്കും എൻ്റർ ചെയ്യുന്നു. അങ്ങനെ ഈ പൈറൂവിക് ആസിഡ് ആണ് എന്തായിട്ട് മാറുന്നത് അനൈറോബിക് റെസ്പിറേഷനിൽ കാർബൺ ഡൈ ഓക്സൈഡ് എത്തനോൾ അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് ആയിട്ട് മാറുന്നത് ആരാണ് പൈറൂവിക് ആസിഡ് ആണ്. So there are two types of fermentation, alcoholic fermentation and lactic acid fermentation. In alcoholic fermentation, pyruvic acid is converted into carbon dioxide and ethanol. Carbon dioxide എത്തനോളുമായിട്ടാണ് ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ. അതായത് നമ്മൾ പറഞ്ഞു രണ്ട് എൻ പ്രോഡക്ട്സിൻ്റെ ബേസിസിലാണ് ഇവർ രണ്ട് തരത്തിൽ ആൽക്കഹോളിക് ഫെർമെൻറ്റേഷനും അതുപോലെ തന്നെ ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനും തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ആൽക്കഹോളിക് ഫെർമെൻറ്റേഷനിലാണെങ്കിൽ പൈറൂവിക് ആസിഡ് എന്തായിട്ടാണ് മാറുന്നത് എഥനോളും കാർബൺ ഡയോക്സൈഡുമായിട്ട് മാറുന്നു. എന്തിൻ്റെ ഏത് എൻസൈമിൻ്റെ ഹെൽപ്പോടെ പൈറൂവിക് ആസിഡ് ഡീകാർബോക്സിലേസ് ആൻഡ് ആൽക്കഹോൾ ഡീഹൈഡ്രോജീനേസ്. പൈറൂവിക് ആസിഡ് ഡീകാർബോക്സിലേസ്, പൈറൂവിക് ആസിഡിന് ഡീകാർബോക്സിലേഷൻ നടന്ന പൈറൂവിക് ആസിഡ് ഡീകാർബോക്സിലേസ് എന്ന് പറയുന്ന എൻസൈമും അതുപോലെ തന്നെ ആൽക്കഹോൾ ഡീഹൈഡ്രോജീനേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെയും പ്രസൻസിലാണ് ഏത് നടക്കുന്നത് ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ. അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആണ് ഏത് കാർബൺ ഡയോക്സൈഡും എഥനോളും. പൈറൂവിക് ആസിഡാണ് കാർബൺ ഡയോക്സൈഡും എഥനോളുമായിട്ട് മാറുന്നു ഓക്സിജൻ്റെ ആബ്സെൻസിനകത്തിൽ. എക്സാമ്പിൾ ഈസ്റ്റ് ആയാലും ബാക്ടീരിയ ആയാലും ജെർമിനേറ്റിംഗ് അതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഈ ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ അതെവിടെയാണ് നടക്കുന്നത് ബാക്ടീരിയാസിലാണ് അതുപോലെ തന്നെ മസിൽ സെൽസിൽ നിന്നാണ്. പൈറൂവിക് ആസിഡ് ഈസ് കൺവേർട്ടഡ് ടു ലാക്റ്റിക് ആസിഡ് ബൈ ദ എൻസൈം കോൾഡ് ലാക്റ്റിക് ആസിഡ് ഡീഹൈഡ്രോജീനേസ്. ലാക്റ്റിക് ആസിഡ് ഡീഹൈഡ്രോജീനേസിൻ്റെ പ്രസൻസിൽ എന്തായിട്ട് മാറുന്നു പൈറൂവിക് ആസിഡ് ലാക്റ്റിക് ആസിഡായിട്ട് മാറുന്നു. ചില ബാക്ടീരിയയിലും അതുപോലെ തന്നെ മസിൽ സെൽസിലും ഒക്കെ ഈ ഒരു ഇത് നടക്കുന്നുണ്ട്. ദ റെഡ്യൂസിങ് ഏജൻറ്റ് NADH2 ഈസ് കൺവേർട്ടഡ് ടു NAD ഇൻ ബോത്ത് ഫെർമെൻറ്റേഷൻ. ഈ രണ്ട് ഫെർമെൻറ്റേഷൻസ് നടക്കുമ്പോഴും NADH2 എന്തായിട്ട് മാറുന്നുണ്ട് NAD ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. When oxygen is inadequate, lactic acid fermentation take place in animal cells like muscles during exercise. അതായത് ഓവറായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പം അവിടെ എന്താണ് മസിൽ സെൽസിൽ ഓക്സിജൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നു. ആ സമയത്ത് ആനിമൽ മസിൽസിൽ എന്തുണ്ടാവുന്നു ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ നടക്കുന്നു. ദ നെറ്റ് ഗെയിൻ ഇൻ അനൈറോബിക് റെസ്പിറേഷൻ ഈസ് 2 ATP മോളിക്യൂൾ. 2 ATP മോളിക്യൂൾസ് ആണ് ഈ അനൈറോബിക് റെസ്പിറേഷൻ്റെ ഫലമായിട്ട്. എത്ര ATP മോളിക്യൂൾസ് ഉണ്ടാകുന്നുണ്ട് 2 ATP. ഗ്ലൈക്കോളിസിസിൻ്റെ ഫലമായിട്ട് 8 ATP മോളിക്യൂൾസ് ആയിരുന്നു. ഈ അനൈറോബിക് റെസ്പിറേഷൻ്റെ ഫലമായിട്ട് 2 ATP മോളിക്യൂൾസും ഫോം ചെയ്യുന്നുണ്ട്. ഈസ്റ്റ് പോയ്സൺ ദംസെൽസ് ടു ഡെത്ത് വെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ആൽക്കഹോൾ റീച്ചസ് അബൌട്ട് 13% കൂടുതലാണെങ്കിൽ ഈസ്റ്റിൻ്റെ ഡെത്തും സംഭവിക്കുന്നു. നെക്സ്റ്റ് ആണ് നമ്മളപ്പോൾ അനൈറോബിക് റെസ്പിറേഷൻ തന്നെ എയറോബിക്കിലെ ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞപ്പോൾ രണ്ട് സ്റ്റേജസിനും കോമൺ ആണ്. ഏതിനൊക്കെയാണ് എയറോബിക്കിനും കോമൺ ആണ് അനൈറോബിക്കിനും കോമൺ ആണ്. അപ്പോൾ ഗ്ലൈക്കോളിസിസിൻ്റെ ഫലമായിട്ട് പൈറൂവിക് ആസിഡ് ഉണ്ടായി. ആ പൈറൂവിക് ആസിഡ് ഓക്സിജൻ്റെ പ്രസൻസിലാണെങ്കിൽ ബാക്കി എയറോബിക് റെസ്പിറേഷൻ്റെ സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യും. ആബ്സെൻസിലാണെങ്കിൽ അനൈറോബിക് റെസ്പിറേഷനിലേക്ക് എൻ്റർ ചെയ്യും. അങ്ങനെ അനൈറോബിക് റെസ്പിറേഷൻ്റെ ഫലമായിട്ട് പൈറൂവിക് ആസിഡ് കാർബൺ ഡയോക്സൈഡും എഥനോളുമായിട്ട് മാറുന്നു. അതിനെ നമ്മൾ ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നു. പൈറൂവിക് ആസിഡ് ലാക്റ്റിക് ആസിഡായിട്ട് മാറുന്ന ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ എന്നും പറയുന്നു. നെക്സ്റ്റ് ആണ് എയറോബിക് റെസ്പിറേഷൻ. അതിനകത്തിൽ ഇനി ബാക്കിയുള്ള 2 സൈക്കിൾസ് ഉണ്ട്. ഏതൊക്കെയാണ് ക്രെബ്സ് സൈക്കിളും ഉണ്ട് അതുപോലെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ട്. In aerobic respiration, pyruvic acid is transported from the cytoplasm to mitochondria. നമുക്കറിയാം ഗ്ലൈക്കോളിസിസ് നടക്കുന്ന എവിടെയാണ് സൈറ്റോപ്ലാസത്തിലാണ് ഗ്ലൈക്കോളിസിസ് നടക്കുന്നത്. മൈറ്റോകോൺട്രിയയിലാണ് ബാക്കി എന്ത് നടക്കുന്നത് ബാക്കി ക്രെബ്സ് സൈക്കിൾ ആയാലും ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആയാലും ഇതെല്ലാം നടക്കുന്നത് എവിടെയാണ് മൈറ്റോകോൺട്രിയയിലാണ്. അപ്പം സൈറ്റോപ്ലാസത്തിലാണ് പൈറൂവിക് ആസിഡ് ഫോം ചെയ്തത്. അതായത് ഗ്ലൈക്കോളിസിസിൻ്റെ ഫലമായിട്ട് ഗ്ലൂക്കോസ് സ്പ്ലിറ്റ് ചെയ്ത് പൈറൂവിക് ആസിഡായി. അതെവിടെയാണ്
സൈറ്റോപ്ലാസത്തിലാണ് ഗ്ലൈക്കോളിസിസ് റിയാക്ഷൻ നടക്കുന്നത്. അതെവിടെ എത്തണം? മൈറ്റോകോൺട്രിയയിൽ എത്തണം. അത് ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജാണ് ഇതിനെ മൈറ്റോകോൺട്രിയ വരെ എത്തിക്കുക എന്നുള്ളത്. The crucial events in aerobic respiration are the complete oxidation of pyruvic acid by the stepwise removal of hydrogen atom, releasing 3 molecules of carbon dioxide. The passing on of the electrons removed as a part of the hydrogen atom to molecular oxygen with the synthesis of ATP. After entering the mitochondrial matrix, the pyruvic acid undergoes oxidative decarboxylation to form acetyl-CoA, a 2-carbon compound. ഇതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. അതായത് സൈറ്റോപ്ലാസത്തിൽ നിന്ന് മൈറ്റോകോൺട്രിയയിൽ എത്തണം. അതിനു മുമ്പ് നടക്കുന്നത് എങ്ങനെയൊക്കെയാണ്? പൈറുവിക് ആസിഡ് മൈറ്റോകോൺട്രിയയിൽ വന്നിട്ട് അവിടെ വെച്ചിട്ട് അതിന് ഡീകാർബോക്സിലേഷൻ നടക്കുകയും പൈറുവിക് ആസിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 കാർബൺ കോമ്പൗണ്ട് ആണ്. അതിന് ഡീകാർബോക്സിലേഷൻ, അതായത് അതിനകത്ത് നിന്ന് ഒരു കാർബൺ കോമ്പൗണ്ട് റിമൂവ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് ഡീകാർബോക്സിലേഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ ആ കാർബണെ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു 2 കാർബൺ കോമ്പൗണ്ടായിട്ട് മാറും. അതാണ് ഏത്? അസറ്റൈൽ-CoA എന്ന് പറയുന്ന 2 കാർബൺ കോമ്പൗണ്ടായിട്ട് മാറും. This reaction is the link reaction between glycolysis and Krebs cycle. ഗ്ലൈക്കോളിസിൻ്റെയും ക്രെബ്സ് സൈക്കിളിൻ്റെയും ഒരു ലിങ്ക് റിയാക്ഷൻ എന്ന് പറയുന്നതാണ് ഏത്? ഈ അസറ്റൈൽ-CoA ഫോർമേഷൻ. അതായത് പൈറുവിക് ആസിഡിന് ഡീകാർബോക്സിലേഷൻ നടക്കുന്നു. പൈറുവിക് ആസിഡ് എന്ന് പറഞ്ഞ ഒരു 3 കാർബൺ കോമ്പൗണ്ട് ആണ്. അതിന് ഡീകാർബോക്സിലേഷൻ നടന്നിട്ട് അതൊരു 2 കാർബൺ കോമ്പൗണ്ടായിട്ട് മാറുന്നു. ഡീകാർബോക്സിലേഷൻ 2 കാർബൺ കോമ്പൗണ്ട് ആണ്. അതിൻ്റെ പേരാണ് അസറ്റൈൽ-CoA. അതൊരു ഇൻ്റർമീഡിയറ്റ് സ്റ്റെപ്പാണ്. അതൊരു ലിങ്ക് റിയാക്ഷനാണ്. ഏത്? ഗ്ലൈക്കോളിസിസും ക്രെബ്സ് സൈക്കിളും തമ്മിലുള്ള ഒരു ലിങ്ക് റിയാക്ഷനാണ് ഏത്? പൈറുവിക് ആസിഡ് അസറ്റൈൽ-CoA ആയിട്ട് മാറുന്നത്. എന്ത്? പൈറുവിക് ആസിഡിന് ഡീകാർബോക്സിലേഷൻ, അതായത് ഒരു കാർബൺ ഡയോക്സൈഡിനെ റിമൂവ് ചെയ്യുന്ന കാർബൺ ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യുന്നു. അതാണ് ഡീകാർബോക്സിലേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ 3 കാർബൺ എന്നുള്ളതിന് 2 കാർബൺ കോമ്പൗണ്ട് ആയിട്ട് മാറുന്നു. അതൊരു അസറ്റൈൽ-CoA. അതാണ് ലിങ്ക് റിയാക്ഷനിൽ ഇൻ്റർമീഡിയറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതിൽ ഗ്ലൈക്കോളിസിസും ക്രെബ്സ് സൈക്കിളും തമ്മിലുള്ള. This reaction take place in the presence of enzyme pyruvic acid dehydrogenase, and during this step 1 molecule of NAD is reduced to NADH2. So total 2 NADH are produced from 2 molecules of pyruvic acid. 2 മോളിക്യൂൾ പൈറുവിക് ആസിഡിന് 2 NADH പ്രൊഡ്യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് ആണ് ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ അല്ലെങ്കിൽ ക്രെബ്സ് സൈക്കിൾ എന്ന് പറയും. ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ അല്ലെങ്കിൽ ക്രെബ്സ് സൈക്കിൾ. അതായത് സെക്കൻഡ് സ്റ്റെപ്പ് ഇൻ എയ്റോബിക് റെസ്പിറേഷൻ. ഫസ്റ്റ് സ്റ്റെപ്പ് ഗ്ലൈക്കോളിസിസ് പറഞ്ഞു. എയ്റോബിക്കിനും അനൈറോബിക്കിനും കോമൺ ആണ്, സൈറ്റോപ്ലാസത്തിലാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഗ്ലൈക്കോളിസിസിൻ്റെ ഫലമായിട്ടുണ്ടായ പൈറുവിക് ആസിഡ് അസറ്റൈൽ കോഎൻസൈമിൻ്റെ ഇതായിട്ട് എവിടെ എത്തി? മൈറ്റോകോൺട്രിയയിലെത്തി. ആ മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ് ഇനി ക്രെബ്സ് സൈക്കിൾ നടക്കാൻ പോകുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ ബിക്കോസ് ദ ഫസ്റ്റ് പ്രോഡക്റ്റ് സിട്രിക് ആസിഡ് ഈസ് എ ട്രൈകാർബോക്സിലിക് ആസിഡ്. ഇത് പറയുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ സ്റ്റേജസ് നോക്കാം. അതായത് അസറ്റൈൽ-CoA ആയിട്ട് കമ്പൈൻ ചെയ്ത് പൈറുവിക് ആസിഡിന് ഡീകാർബോക്സിലേഷൻ സംഭവിച്ചിട്ട് അസറ്റൈൽ-CoA ആയിട്ട് മാറി. അസറ്റൈൽ-കോഎൻസൈം A ആയിട്ട് മാറിയിട്ടുണ്ട്. അതെവിടെയാണ്? ഇനി മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ട് ഇതിന് നടക്കുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ ഇതിനെ ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ എന്ന് പറയാൻ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ്, അതായത് ഈ അസറ്റൈൽ-CoA ആയിട്ട് മാറിയിട്ടുണ്ട് പൈറുവിക് ആസിഡ്. ആ അസറ്റൈൽ-CoA 4 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള ഒരു ഓക്സാലോ അസറ്റിക് ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്യും. മൈറ്റോകോൺട്രിയ വെച്ചിട്ട് ഓക്സാലോ അസറ്റിക് ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് സിട്രിക് ആസിഡ് ഫോം ചെയ്യും. ആ സിട്രിക് ആസിഡാണ് ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ഓഫ് ക്രെബ്സ് സൈക്കിൾ എന്ന് പറയുന്നത് ഏതാണ്? ഈ സിട്രിക് ആസിഡാണ്. ആ സിട്രിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ട്രൈകാർബോക്സിലിക് ആസിഡാണ്. സിട്രിക് ആസിഡ് അതിൻ്റെ സ്ട്രക്ചർ വെച്ചിട്ട് പറയുമ്പം ഒരു ട്രൈകാർബോക്സിലിക് ആസിഡാണ്. അതുകൊണ്ടാണ് അതിനെ TCA സൈക്കിൾ അല്ലെങ്കിൽ ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇതിന് തന്നെ സിട്രിക് ആസിഡ് ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട് ആയതുകൊണ്ട് അതിനെ സിട്രിക് ആസിഡ് സൈക്കിൾ എന്നും പറയും. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെപ്പും എക്സ്പ്ലെയിൻ ചെയ്തത് ഹാൻസ് ക്രബ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ബയോളജിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ക്രെബ്സ് സൈക്കിൾ എന്നും അറിയപ്പെടും. അപ്പോൾ 3 പോയിന്റ്സ് ആണ്. ക്രെബ്സ് സൈക്കിൾ നടക്കുന്ന മൈറ്റോകോൺട്രിയ വെച്ചിട്ടാണ്. എന്തിൻ്റെ പ്രസൻസ്? ഓക്സിജൻ്റെ പ്രസൻസ് മൈറ്റോകോൺട്രിയ വെച്ച് നടക്കുന്ന റിയാക്ഷനാണ് ഏതെന്ന് പറയുന്നത്? ക്രെബ്സ് സൈക്കിൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സിട്രിക് ആസിഡ് ആണ്. അതുകൊണ്ട് അതിനെ സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് പറയും. സിട്രിക് ആസിഡ് അതിൻ്റെ സ്ട്രക്ചർ വെച്ചിട്ട് ഒരു ട്രൈകാർബോക്സിലിക് ആസിഡ് ആണ്. അതുകൊണ്ട് അതിനെ എന്തെന്ന് പറയും? ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ എന്നും
പറയാം. അതുപോലെ അതിൻ്റെ പാത്വേ എക്സ്പ്ലെയിൻ ചെയ്തത് ഹാൻസ് ക്രബ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ബയോളജിസ്റ്റാണ്. അതുകൊണ്ട് അതിനെ എന്തെന്നും പറയുന്നുണ്ട്? ക്രബ് സൈക്കിൾ എന്നും പറയുന്നുണ്ട്. ഇനി അതിനകത്തിലെ ഈ പൈറുവേറ്റ് എന്തായിട്ട് മാറി? ഡീകാർബോക്സിലേഷൻ സംഭവിച്ചിട്ട് അസറ്റൈൽ കോയയായിട്ട് മാറി. അസറ്റൈൽ കോയ അത് എന്താ ഈ നമ്മുടെ ഓക്സാലോ അസറ്റിക് ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു? സിട്രിക് ആസിഡായിട്ട് മാറുന്നു. ഈ സിട്രിക് ആസിഡ് ഐസോമറൈസേഷൻ വന്നിട്ട് ഐസോസിട്രിക് ആസിഡ് ആവുന്നു. ഐസോസിട്രിക് ആസിഡ് എന്തായിട്ട് മാറുന്നു? ഓക്സാലോ സക്സിനിക് ആസിഡായിട്ട് മാറുന്നു. അത് പിന്നെന്താണ്? അതിന് ഡീകാർബോക്സിലേഷൻ സംഭവിക്കുന്നു. അതൊരു 5 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡായിട്ട് മാറുന്നു. ഈ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡിന് വീണ്ടും ഡീകാർബോക്സിലേഷൻ സംഭവിക്കുന്നു. ഇതൊരു 5 കാർബൺ ആയിരുന്നു. അതിന് ഡീകാർബോക്സിലേഷൻ സംഭവിച്ചപ്പം അതെന്താണ്? 4 കാർബൺ ആയിട്ടുള്ള ഒരു സക്സിനൈൽ കോയയായിട്ട് മാറുന്നു. ഈ സക്സിനൈൽ കോയയ്ക്ക് എന്ത് സംഭവിക്കുന്നു? വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. എന്നിട്ട് എന്തുണ്ടാവുന്നു? സക്സിനിക് ആസിഡ് ഉണ്ടാവുന്നു. ഈ സക്സിനിക് ആസിഡ് FADH2 റിമൂവ് ചെയ്യുന്നു. അതിന് എന്താണ്? ഫ്യൂമറിക് ആസിഡായിട്ട്. ഇതൊക്കെ FADH2 എന്ന് പറഞ്ഞാൽ NADH2 എന്നും GTP എന്നും ഒക്കെ പറഞ്ഞ ATPയുടെ ഡിഫറെൻറ്റ് ഫോംസ് ആണ്. ഈ NADH2 എന്ന് പറയുമ്പോൾ 3 ATPക്ക് തുല്യമാണ്. അതുപോലെ തന്നെ FADH2 എന്ന് പറഞ്ഞാൽ 2 ATPക്ക് തുല്യമാണ്. GTP എന്ന് പറഞ്ഞാൽ ATPക്ക് 1 ATPക്ക് തുല്യവുമാണ്. ഈ സക്സിനിക് ആസിഡ് പിന്നെ എന്താണ്? ഫ്യൂമറിക് ആസിഡായിട്ട് മാറുന്നു. ഇത് പിന്നെ മാലിക് ആസിഡ് ആവുന്നു. ആ മാലിക് ആസിഡ് എന്തായിട്ട് മാറുന്നു? കീറ്റോ സക്സിനിക് ആസിഡായിട്ട് മാറുന്നു. അങ്ങനെയുള്ള ആ ഒരു ഇതാണ് എന്താണ് ഈ സ്ക്രബ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇത് എയ്റോബിക് റെസ്പിറേഷൻ്റെ രണ്ടാമത്തെ സ്റ്റേജാണ്. ഈ എയ്റോബിക് റെസ്പിറേഷൻ്റെ ഇതിൻ്റെ ഫലമായിട്ട് 36 ATP മോളിക്യൂൾസ് ആണ് എന്താണ് ഗ്ലൈക്കോളിസിസിലും ഇതിലൂടെ ചേർത്ത് 36 ATP മോളിക്യൂൾസ് ആണ് ഫോം ചെയ്യുന്നത്. നെറ്റ് ഗെയിൻ ഓഫ് ATP മോളിക്യൂൾസ് എന്താണ് ഗ്ലൈക്കോളിസിസിലും ഈ ക്രബ് സൈക്കിളിലൂടെ ചേർത്തിട്ട് 36 ATP മോളിക്യൂൾസ് ഫോം ചെയ്യും. നമുക്കറിയാം എനർജി റിലീസിങ് പ്രോസസ്സാണ് റെസ്പിറേഷൻ. അങ്ങനെ 36 ATP മോളിക്യൂൾസ് ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. ഏതിൻ്റെ? ഈ എയറോബിക് റെസ്പിറേഷൻ്റെ സെക്കൻഡ് സ്റ്റേജ് ആയിട്ടുള്ള ക്രബ് സൈക്കിളും ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ഗ്ലൈക്കോളിസിസിൻ്റെ ഫലമായിട്ട് ക്രബ് സൈക്കിളിൻ്റെ ഫലമായിട്ട് 24 ATP മോളിക്യൂൾസ് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ക്രബ് സൈക്കിളാണ്. അതുപോലെ തന്നെ അനൈറോബിക് റെസ്പിറേഷൻ ആയിട്ടുള്ള ഫെർമെൻറ്റേഷനെ കുറിച്ച് പറഞ്ഞു. 2 തരത്തിലുണ്ട്. ആൽക്കഹോളിക്കും ഉണ്ട്, ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ അത് പറഞ്ഞു. പിന്നെന്താണ്? നമ്മുടെ സിട്രിക് ആസിഡ് സൈക്കിളിനെ കുറിച്ചും പറഞ്ഞു. സ്റ്റെപ്പുകൾ പിന്നെ നമ്മൾ അതിന് എന്താണ് ആ സ്റ്റെപ്പുകൾ തന്നെ വീണ്ടും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് എഴുതി വെച്ചേക്കുന്നത്. ഇത് നോക്കി വെക്കുക. ഓരോന്നിലെ പ്രോഡക്റ്റും സ്റ്റേബിൾ പ്രോഡക്റ്റും അതുപോലെ തന്നെ ഇൻവോൾവ് ആയിട്ടുള്ള എൻസൈംസും അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതിൽ നിന്ന് നന്നായിട്ട് പഠിക്കുക. ഇത് സൈക്കിള് ഒന്ന് വരച്ച് പഠിക്കുക. ഈ ഡെഫിനിഷൻ അങ്ങനെ നോക്കാതെ ഏതൊക്കെയാണ് പ്രോഡക്റ്റ്സ് ഉണ്ടാവുന്നത് അത് ഒന്ന് നോട്ട് ചെയ്ത് മനസ്സിലാക്കി വെക്കുക. താങ്ക് യു.